ദുബായിൽ പോയിട്ടുണ്ടോ? ഫാമിലിയോടൊപ്പം ദുബായിലേക്ക് പറക്കാൻ ഒരു അവസരം കിട്ടിയാലോ? അത് മാത്രമല്ല, സെക്കൻഡ് പ്രൈസ് ആയി 1 ലക്ഷം രൂപ വില വരുന്ന ഗൃഹോപകരണങ്ങൾ 4 പേർക്കും, കൂടാതെ ആഴ്ച തോറുമുള്ള വിവിധ തെരഞ്ഞെടുപ്പിലൂടെ നിരവധി സമ്മാനങ്ങളും സ്വന്തമാക്കാം. ഈ ഓണത്തിന് റോയലിൽ ഓഫറുകളുടെ പൊട്ടിപ്പൂരം. ഓരോ പർച്ചേസിനും ഉറപ്പായ സമ്മാനങ്ങൾ. അപ്പൊ എങ്ങനെയാ ഓണത്തിന് ഒരുപാട് വാങ്ങാം, ഒത്തിരി ലാഭിക്കാം, കീശ കാലിയാവാതെ. വിവാഹ സൽക്കാര ചടങ്ങിന് മുൻകൂട്ടി ഏൽപ്പിച്ച ഭക്ഷണം എത്തിക്കാതെ സ്വകാര്യ കാറ്ററിംഗ് സ്ഥാപനം വഞ്ചിച്ചതായി പരാതി. 1250 പേർക്ക് കഴിക്കാനുള്ള ഭക്ഷണമാണ് ഏൽപ്പിച്ചിരുന്നത്. എന്നാൽ പകുതിയിലധികം പേർക്കും ഭക്ഷണം ലഭിക്കാതെ ഇറങ്ങിപ്പോകേണ്ടി വന്നു. കുടിവെള്ളം പോലും എത്തിച്ചു നൽകിയില്ല എന്ന് പരാതിയിൽ പറയുന്നു. ഷൊർണൂർ കല്ലേപ്പാടം വാക്കടത്തൊടി സത്യബാലൻ രമണി ദമ്പതികളുടെ മകന്റെ വിവാഹ ചടങ്ങാണ് അലങ്കോലമായത്. കഴിഞ്ഞ ഓഗസ്റ്റ് 31 കുളപ്പുള്ളിയിലെ സ്വകാര്യ ഓഡിറ്റോറിയത്തിൽ വെച്ചായിരുന്നു വിവാഹ സൽക്കാരം നടന്നത്. വാടാനംകുറിശി സ്മാർട്ട് ഇവന്റ്സ് എന്ന സ്ഥാപനത്തെയാണ് ഭക്ഷണം തയ്യാറാക്കി എത്തിച്ചു നൽകാൻ ചുമതലപ്പെടുത്തിയിരുന്നത്. വൈകുന്നേരം 5:40 ഭക്ഷണ വിതരണം ആരംഭിച്ചു. 6:30 എത്തിച്ച ഭക്ഷണം കാലിയായി. 400-ൽ താഴെ ആളുകളെ ഭക്ഷണം കഴിച്ചു കാണൂ. ഭക്ഷണം കഴിഞ്ഞെന്ന് പറഞ്ഞ് വിളിച്ചപ്പോൾ ഉടമ ഫോൺ എടുത്തില്ലെന്നും വരന്റെ ബന്ധുക്കൾ ആരോപിക്കുന്നു. ഷൊർണൂർ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. ഒപ്പം ഉപഭോക്തൃ കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണ് കുടുംബം. അതേസമയം ഭക്ഷണം എത്തിച്ചു നൽകുന്നതിനുള്ള കാലതാമസം മാത്രമാണ് വന്നതെന്നും മറ്റ് വീഴ്ചകളൊന്നും ഉണ്ടായിട്ടില്ലെന്നുമാണ് സ്ഥാപന ഉടമയുടെ വിശദീകരണം. ഞങ്ങളുടെ ഫംഗ്ഷൻ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത് 5 to 8 ഫംഗ്ഷൻ. ഞങ്ങൾ ഒരു 5:15 ആയപ്പോഴേക്കും അവിടെ എത്തി. ഒരു 5:30 അവർ ഫുഡ് തുടങ്ങി, 5:30 തുടങ്ങി, ഒരു 6:15 ആയപ്പോഴേക്കും ഫുഡ് തീർന്നു. അങ്ങനത്തെ ഒരു സ്ഥിതിയാണ് ഉണ്ടായത്. പിന്നെ കുടിക്കാൻ പോലും വെള്ളമില്ലാത്തൊരു സ്ഥിതി ഉണ്ടായത്. ആളുകൾക്ക് എന്തെങ്കിലും ഒരു മെനു അവരുണ്ടാക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഇത്ര സങ്കടമില്ലായിരുന്നു. വന്ന ആളുകൾക്ക് ദോശയോ എന്തെങ്കിലും ഒന്നുമില്ലാത്തൊരു സ്ഥിതിയിൽ ആളുകൾ മടങ്ങി പോകുന്നൊരു സിറ്റുവേഷനാണ് ഉണ്ടായത്. ഞങ്ങൾ അങ്ങനെ ഫുഡ് തീർന്നു എന്ന് പറഞ്ഞപ്പോൾ ആളെ വിളിച്ചു. ആളെ വിളിച്ചപ്പോൾ ആൾ ഇതാ ഫുഡ് വരുന്നു എന്ന് പറഞ്ഞ് നമ്മളെ കബളിപ്പിക്കുന്ന ഒരു സ്ഥിതിയാണ് ഉണ്ടായത്. കബളിപ്പിച്ചതും പോരാ, ഒന്നും കൊണ്ടുവന്നുമില്ല, ആള് ഫോൺ കൊടുത്തില്ല, അങ്ങനത്തെ സിറ്റുവേഷൻ ഉണ്ടായി. കുടിക്കുന്ന വെള്ളം പോലും ഇല്ല എന്ന് പറഞ്ഞ ആളുകൾ പറയുന്ന വർത്തമാനം നമ്മളെ വല്ലാതെ വേദനിപ്പിച്ചു. ഒരു 6:30 ആയപ്പോഴേക്കും ഫുഡൊക്കെ തീർന്നു. മൊത്തത്തിൽ അവിടെ ആകെ പ്രശ്നമായി. ഞങ്ങളാകെ ഡെസ്പായി. എന്താ ചെയ്യേണ്ടതെന്ന് അറിയാത്തൊരു വല്ലാത്ത സിറ്റുവേഷൻ ഉണ്ടായിരുന്നത്. ഫോട്ടോ എടുക്കണോ യാതൊരു കാര്യങ്ങളും അവിടെ ഞങ്ങൾ ഫാമിലി ആയിട്ടൊരു ഫോട്ടോ പോലും അവൻ്റെ കല്യാണത്തിന് എടുക്കാൻ ഞങ്ങൾക്ക് പറ്റിയിട്ടില്ല. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഉണ്ടായി. പിന്നെ അവൻ ചെയ്ത കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 8 മണിയൊക്കെ ആയപ്പോഴാണ് കുറച്ച് ഫുഡ് കൊണ്ടുവന്നിട്ടുള്ളത്. എല്ലാവരും പോയി കഴിഞ്ഞിട്ട് അതും വെറും ചോറ്, അതിലേക്ക് യാതൊരു ഇതും ഇല്ലാതെ അങ്ങനത്തെ ഒരു ഭക്ഷണം 8 മണിക്ക് ശേഷം അവിടെ കൊണ്ടുവന്ന് എത്തിക്കേണ്ടത്. ഞങ്ങൾ നോക്കാനും ഒന്നും പോയില്ല. നമ്മുടെ ആളുകളൊക്കെ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഞങ്ങളെല്ലാവരും ആകെ ഡെസ്പായിട്ട്, കുട്ടികളും എല്ലാവരും വല്ലാത്തൊരു വിഷമത്തിലായിരുന്നു. ഞങ്ങൾ നല്ലൊരു സന്തോഷമായിട്ട് നടത്താനിരുന്ന ഒരു കാര്യം ഇതുവരെ സന്തോഷമായി പോയിട്ട് ആ ഒരു ചെറിയ നിമിഷം കൊണ്ടെല്ലാം തച്ചടക്കുന്ന ഒരു സ്ഥിതി ആണ് ഉണ്ടായിട്ടുള്ളത്. അതിൽ നല്ല വിഷമമുണ്ട് ഞങ്ങൾക്ക്. അയാൾക്ക് അഡ്വാൻസ് കൊടുത്തതാണ്. അയാൾ എല്ലാ കാര്യങ്ങളും ഭംഗിയാക്കി തരാമെന്നും അവിടെ വന്ന ഒരാളും ഭക്ഷണം കഴിക്കാതെ പോയില്ല എന്നും നമുക്കൊരു ഉറപ്പ് തന്നതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ അവർക്ക് അഡ്വാൻസും കൊടുത്ത് അയാൾ ഇവിടുന്ന് പോയതാണ്. അത് നമ്മളെ വല്ലാതെ ചീറ്റ് ചെയ്തു. അത് നമുക്ക് മാനസികമായിട്ട് വല്ലാതെ ബുദ്ധിമുട്ടുണ്ടാക്കി. ഇനി മേലിൽ മറ്റൊരാൾക്കും ഇതുപോലുള്ള ഈ സ്ഥാപനത്തിൻ്റെ പേരിൽ മറ്റൊരു ബുദ്ധിമുട്ടുണ്ടാവരുതെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ന്യൂസ് ഡെസ്ക് CCV.